ദിസ് ഈസ് ജിബി സെബാസ്റ്റ്യൻ. വെൽക്കം ടു ജിബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ ആറാമത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നോക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ പേര് ടൗൺസ്, ട്രേഡേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് പേഴ്സൺ എന്നാണ്. ടൗൺ എന്ന് പറയുമ്പോൾ പട്ടണങ്ങൾ, ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർ, ക്രാഫ്റ്റ്സ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഈ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ആൾക്കാർ. എന്താ നോക്കാം. വാട്ട് വുഡ് എ ട്രാവലർ വിസിറ്റിംഗ് എ മിഡീവൽ ടൗൺ എക്സ്പെക്ട് ടു ഫൈൻഡ്? ഒരു ട്രാവലർ, ഒരു ടൂറിസ്റ്റ് ഒരു മിഡീവൽ ടൗണിൽ വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും അയാൾക്ക് കാണാൻ പറ്റുക? ദിസ് വുഡ് ഡിപ്പെൻഡ് ഓൺ വാട്ട് കൈൻഡ് ഓഫ് ടൗൺ ഇറ്റ് വാസ്. അപ്പോൾ അത് എന്തിനെ ആശ്രയിച്ചിരിക്കും? അപ്പോൾ എന്ത് തരത്തിലുള്ള ടൗണാണോ, ഏത് ടൈപ്പുള്ള ടൗണാണോ, അതിനനുസരിച്ചിരിക്കും അയാൾക്ക് അവിടെ എന്ത് കാണാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ പല തരത്തിലുള്ള ടൗണുകളുണ്ട്. ഒരു ടൗൺ എന്ന് പറയുന്നത് ടെമ്പിൾ ടൗൺ, അതായത് അമ്പലവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ടൗണും, അതിന് ചുറ്റുമുള്ള ടൗൺ. ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഭരണം നടത്തുന്ന, ഇപ്പോൾ ഡൽഹി എന്ന് പറയുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ടൗൺ ആണ്, അല്ലെങ്കിൽ സെൻറ്ററാണ്. അങ്ങനെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റർ ആയിരിക്കാം. കൊമേഴ്ഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്ന ടൗൺ ആയിരിക്കാം. പോർട്ട് എന്ന് പറയുന്നത് തുറമുഖം, ഈ കപ്പലുകൾ വന്ന് നിർത്തുന്ന, കപ്പലുകൾ നങ്കൂരമിടുന്ന ടൗണ്, പോർട്ട് ടൗൺ. ടു നെയിം ജസ്റ്റ് സം പോസിബിലിറ്റീസ്. അപ്പോൾ ഇതൊക്കെയാണ് ചില പോസിബിലിറ്റീസ്. എന്തൊക്കെയാണ്? ഒരു ടെമ്പിൾ ടൗൺ ആയിരിക്കാം. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ടെമ്പിളും അതിന് അനുബന്ധിച്ച കാര്യങ്ങൾ, ടെമ്പിളിലെ പല സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ടാവാം, മൂർത്തികൾ വിൽക്കുന്ന കടകളുണ്ടാവാം, പൂജാ സാമഗ്രികൾ വിൽക്കുന്ന കടകളുണ്ടാവാം, അതിന് പിന്നെ മാലകൾ, അങ്ങനെയുള്ള ഇതൊക്കെ ആയിരിക്കാം. ആ ടെമ്പിളുമായിട്ട് അനുബന്ധിച്ച കാര്യങ്ങളായിരിക്കും അവിടെ കാണാൻ പറ്റുക. അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. കൊമേഴ്ഷ്യൽ ടൗൺ ആണെങ്കിൽ, കച്ചവടത്തിൻ്റെ ടൗൺ ആണെങ്കിൽ അങ്ങനെയുള്ള പല സാധനങ്ങൾ അവിടെ കാണാൻ പറ്റും, അങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റും. പോർട്ട് ടൗൺ ആണെങ്കിൽ, പോർട്ട് എന്ന് പറയുന്നത് തുറമുഖമാണെങ്കിൽ അവിടെ ഷിപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിന് പറ്റിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെയുള്ള ടൗണിൽ കാണാൻ പറ്റും. ഇതൊക്കെയാണ് പല തരത്തിലുള്ള ടൗണുകൾ. ഇൻ ഫാക്ട് മെനി ടൗൺസ് കമ്പൈൻ സെവറൽ ഫങ്ഷൻസ്. ഇപ്പോൾ പല ടൗണുകളിലും സെവറൽ ഫങ്ഷൻസ് കമ്പൈൻഡ് ആയിരുന്നു, പല കാര്യങ്ങളുള്ള. ഇപ്പോൾ ഒരു കോമ്പിനേഷൻ, ഇപ്പോൾ ടെമ്പിളും ഉണ്ട് അവിടെ, അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്ററുമാണ്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ടൗണുമാണ്, അങ്ങനെയുള്ള കോമ്പിനേഷനുള്ള, അങ്ങനെയുള്ള പല ഫീച്ചേഴ്സുള്ള ടൗണുകളും ഉണ്ടായിരുന്നു. ദേ വേർ അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സ്. ആ ടൗണുകൾ അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്ററുമാണ്, ടെമ്പിൾ ടൗണുമാണ്, ആസ് വെൽ ആസ് സെൻറ്റേഴ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ആൻഡ് ക്രാഫ്റ്റ് പ്രൊഡക്ഷൻ. കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിൻ്റെ സെൻറ്റേഴ്സുമാണ്, അതുപോലെ തന്നെ ക്രാഫ്റ്റ്, കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളും ഒക്കെ. ഇതിൻ്റെ എല്ലാം കോമ്പിനേഷനായിട്ടുള്ള ടൗണുകളും ഉണ്ട്. അങ്ങനെ പ്രത്യേകം ഓരോരോ സ്പെഷ്യാലിറ്റി അല്ലാതെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ഉള്ള പല ടൗണുകളും ഉണ്ട്. ഇതാണ് ഒരു മാപ്പ്. മിഡിൽ ഇന്ത്യയും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലുള്ള പല മെയിനായിട്ടുള്ള ടൗണുകൾ. ഇപ്പോൾ അതിൽ വളരെ മെയിനായിട്ടുള്ളത് സൂറത്ത്, ഗുജറാത്തിൽ വരുന്നതാണ്. പിന്നെ ഹംപി, അതുപോലെ തന്നെ മസുലിപ്പട്ടണം, അങ്ങനെ ഇങ്ങനെ ഒരു 3 സ്പെഷ്യലായിട്ടുള്ള ഈ ചാപ്റ്ററിൽ മെൻഷൻ ചെയ്യുന്ന ടൗണുകളുണ്ട്. അതുപോലെ തന്നെ പല ടൗണുകളും ഈ സെൻട്രൽ ആൻഡ് സൗത്ത് ഇന്ത്യയിൽ ഉണ്ട്. അതിൻ്റെ ഒരു മാപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾക്ക് കൂടുതലായിട്ട് വരുന്ന ഭാഗങ്ങളിൽ ഡിസ്കസ് ചെയ്യാം. സം ഇമ്പോർട്ടൻറ്റ് സെൻറ്റേഴ്സ് ഓഫ് ട്രേഡ് ആൻഡ് ആർട്ടിസണൽ പ്രൊഡക്ഷൻ ഇൻ സെൻട്രൽ ആൻഡ് സൗത്ത് ഇന്ത്യ. സെൻട്രൽ ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും ആയിട്ടുള്ള കുറേ ട്രേഡിൻ്റെ സെൻറ്റേഴ്സും അതുപോലെ തന്നെ ആർട്ടിസണൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പല സാധനങ്ങൾ ഉണ്ടാക്കുന്ന അതിൻ്റെ എല്ലാം സെൻറ്റേഴ്സിൻ്റെ മാപ്പായിരുന്നു നമ്മൾ ഇപ്പോൾ കണ്ടത്. അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സ് നമുക്ക് ആദ്യം നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഭരണത്തിൻ്റെ ഇപ്പോൾ തലസ്ഥാനം എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ ആണെങ്കിൽ തലസ്ഥാനം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തു നിന്നാണ് ഈ ഭരണമൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നടക്കുന്നത്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സ്, ആ സമയത്തുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. യു റീഡ് അബൌട്ട് ചോള ഡൈനാസ്റ്റി ഇൻ ചാപ്റ്റർ 2. ചാപ്റ്റർ 2ൽ
ചോള ഡൈനാസ്റ്റിയെക്കുറിച്ച് നമ്മൾ വായിച്ചിരുന്നു. ലെറ്റ്സ് ട്രാവൽ ഇൻ അവർ ഇമാജിനേഷൻ ടു തഞ്ചാവൂർ. നമ്മൾ ഇമാജിനേഷനിലൂടെ നമ്മളൊന്ന് വിചാരിക്കുക, തഞ്ചാവൂരിലോട്ടൊന്ന് യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ തഞ്ചാവൂരിലോട്ട് നമ്മുടെ ഇമാജിനേഷനിലൂടെ നമുക്ക് അവിടെ എത്താം. തഞ്ചാവൂർ, ദ ക്യാപിറ്റൽ ഓഫ് ചോളാസ്. ചോള ഡൈനാസിൻ്റെ ക്യാപിറ്റലായിരുന്നു, തലസ്ഥാനമായിരുന്നു ഈ തഞ്ചാവൂർ. ആസ് ഇറ്റ് വാസ് 1000 years ago. 1000 വർഷത്തിന് മുമ്പുള്ള കാര്യമാണത്. ദി പെരിനിയൽ റിവർ കാവേരി ഫ്ലോസ് നിയർ ദിസ് ബ്യൂട്ടിഫുൾ ടൗൺ. ഈ തഞ്ചാവൂരിൻ്റെ ഈ ടൗണിൻ്റെ അടുത്തൂടെ ഒരു പെരിനിയൽ റിവർ ഒഴുകുന്നുണ്ട്. അതാണ് കാവേരി നദി. പെരിനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷം മൊത്തം വെള്ളമുള്ള റിവേഴ്സിനെയാണ് പറയുന്നത് പെരിനിയൽ റിവർ. അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ തഞ്ചാവൂരിൻ്റെ അടുത്തൂടെ ഒരു പെരിനിയൽ റിവർ അല്ലെങ്കിൽ കാവേരി ഒഴുകുന്നുണ്ട്. അപ്പോൾ ഈ ടൗണെല്ലാം വന്നതും നല്ല നല്ല ഫെർട്ടൈലായിട്ടുള്ള ലാൻഡും അതിന് വേണ്ട വെള്ളവും ഒക്കെ ഉള്ള റിവേഴ്സൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ടൗണെല്ലാം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ തഞ്ചാവൂരിൻ്റെ അടുത്തുകൂടെയും ഒരു കാവേരി ഒഴുകുന്നുണ്ട്. വൺ ഹിയേഴ്സ് ദ ബെൽസ് ഓഫ് രാജരാജേശ്വര ടെമ്പിൾ ബിൽറ്റ് ബൈ കിങ് രാജരാജ ചോള എന്ന രാജാവ്, ചോള ഡൈനാസ്റ്റിയിൽ ഒരു രാജാവായിരുന്നു. ആ രാജാവ് ഉണ്ടാക്കിയ രാജരാജേശ്വര ടെമ്പിളിൽ നിന്ന്, ആ അമ്പലത്തിൽ നിന്ന് എല്ലാ ബെല്ലിൻ്റെ സൗണ്ടും കേൾക്കാം ഈ തഞ്ചാവൂർ പോയാൽ. The town's people are all praised for its architect. അപ്പോൾ ഈ അവിടെയുള്ള ആൾക്കാരെല്ലാം അതുണ്ടാക്കിയ ശില്പി അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനെ വളരെയധികം പ്രശംസിക്കുന്നുണ്ട്. അത് ആരാണെന്ന് നോക്കാം. കുഞ്ഞരാമല്ലൻ രാജരാജ പെരുന്തച്ചൻ. കുഞ്ഞരാമല്ലൻ രാജരാജ പെരുന്തച്ചൻ എന്ന ആളാണ് ആ അമ്പലം ഉണ്ടാക്കിയത്. ഹു വാസ് പ്രൗഡ്ലി കാവ്ഡ് ഹിസ് നെയിം ഓൺ ദ ടെമ്പിൾ വാളിൽ, ടെമ്പിളിൻ്റെ ചുമരിൽ അയാളുടെ ഈ പേരും കൊത്തിവെച്ചിട്ടുണ്ട്. ഇൻസൈഡ് എ മാസിവ് ശിവലിംഗ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ, ടെമ്പിളിനുള്ളിൽ ഒരു വലിയ ശിവലിംഗവും ഉണ്ട്. അപ്പോൾ ആ ടെമ്പിളിനെ കുറിച്ച് ഇവിടെ പറയണം, ആ തഞ്ചാവൂരിലുള്ള ടെമ്പിളിനെ കുറിച്ച്, തഞ്ചാവൂരിൻ്റെ സവിശേഷതകൾ പറയാണ്. ബിസൈഡ് ദ ടെമ്പിളിൻ്റെ സൈഡിൽ തന്നെ തൊട്ടടുത്തായിട്ട് ദർ ആർ പാലസസ്, കൊട്ടാരങ്ങളുണ്ട്. പാലസസ് വിത്ത് മണ്ഡപാസ് ഓർ പെവലിയൻസ്. മണ്ഡപങ്ങൾ അല്ലെങ്കിൽ പവലിയനുള്ള കൊട്ടാരങ്ങളുണ്ട്. കിങ്സ് ഹോൾഡ് കോർട്ട് ഇൻ ദീസ് മണ്ഡപാസ്. അപ്പോൾ രാജാക്കന്മാർ ഈ കോർട്ടിൽ, ഈ പാലസുകളിൽ, ഈ മണ്ഡപങ്ങളിൽ, കൊട്ടാരം പോലെ കൊട്ടാരങ്ങളുണ്ട്, അതിൽ മണ്ഡപങ്ങൾ അല്ലെങ്കിൽ പവലിയൻസ് ഉണ്ട്. ഈ പവലിയനിൽ അല്ലെങ്കിൽ ഈ മണ്ഡപങ്ങളിൽ രാജാവിൻ്റെ സഭ നടത്തും. ഹോൾഡ് കോർട്ട് എന്ന് പറഞ്ഞാൽ സഭ. രാജാവിൻ്റെ സഭ ഓർഗനൈസ് ചെയ്യാറുണ്ട്. ഇഷ്യൂയിങ് ഓർഡേഴ്സ് ടു ദെയർ സബോർഡിനേറ്റ്സ്. അപ്പോൾ രാജാവിന് താഴെയുള്ള ആൾക്കാർക്ക് ഓർഡറുകൾ, ആജ്ഞ പുറപ്പെടുവിക്കും, അവരോട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറയും. അങ്ങനെ ഓർഡറുകൾ പുറപ്പെടുവിക്കുന്ന അങ്ങനെ സഭകൾ അവിടെ രാജാവ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ദർ ആർ ഓൾസോ ബാരക്സ് ഫോർ ദ ആർമിക്ക് താമസിക്കാനായിട്ടുള്ള ബാരക്കുകൾ, അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഈ ടെമ്പിളിൻ്റെ സൈഡിൽ തന്നെയായിട്ട് അതും കാണാം. അതൊക്കെ എന്തുകൊണ്ടാണ്? അത് ഒരു ടൗണാണ്, അവിടെ ഒരു അമ്പലമുണ്ട്. ഒരു മെയിനായിട്ട് ആ സമയത്ത് അത് ടെമ്പിൾ ടൗൺ ആയിരുന്നു. അതുപോലെ തന്നെ അവിടെ അതിനടുത്ത്, ആ ടെമ്പിളിനടുത്ത് തന്നെയായിട്ട് രാജാവിൻ്റെ കൊട്ടാരത്തിൽ മണ്ഡപം അല്ലെങ്കിൽ പവലിയുണ്ട്. അവിടെ രാജാവ് സഭകൾ നടത്തി ഓർഡറുകൾ, ആജ്ഞകൾ പുറപ്പെടുവിക്കും. പിന്നെ അതുപോലെ തന്നെ രാജാവിൻ്റെ ആർമിക്ക് താമസിക്കാനുള്ള ബാരക്കുകളും അവിടെയൊക്കെ ഉണ്ട്. ദ ടൗൺ ഈസ് ബസ്ലിംഗ് വിത്ത് മാർക്കറ്റ്സ് സെല്ലിംഗ് ഗ്രെയിൻ, സ്പൈസസ്, ക്ലോത്ത് ആൻഡ് ജ്വല്ലറി. അപ്പോൾ ആ ടൗണിൽ മാർക്കറ്റുകളുണ്ട്, വളരെ
ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന മാർക്കറ്റുകൾ. എന്തൊക്കെയാണ് വിൽക്കുന്നത്? ഗ്രെയിൻ, ധാന്യങ്ങൾ വിൽക്കും, സ്പൈസസ്, മസാലകൾ, സ്പൈസസ്, ക്ലോത്ത്, വസ്ത്രങ്ങൾ, പിന്നെ ജ്വല്ലറി, ആഭരണങ്ങളൊക്കെ വിൽക്കുന്ന മാർക്കറ്റുകളുണ്ട് അവിടെ. വാട്ടർ സപ്ലൈ ഫോർ ദ ടൗൺ കംസ് ഫ്രം ദ വെൽസ് ആൻഡ് ടാങ്ക്സ്. കിണറുകളിൽ നിന്നും അതുപോലെ തന്നെ വലിയ വലിയ ടാങ്കുകളിൽ നിന്നൊക്കെയുള്ള അവിടെ നിന്നാണ് വെള്ളം ഈ ടൗണുകളിലേക്ക് വരുന്നത്. വാട്ടർ സപ്ലൈ അവിടെ നിന്നാണ് കിട്ടുന്നത്. ദി സാലിയ വീവേഴ്സ് ഓഫ് തഞ്ചാവൂർ ആൻഡ് ദ നിയർ ബൈ ടൗൺ ഓഫ് ഉറയ്യൂർ ആർ ബിസി പ്രൊഡ്യൂസിങ് ക്ലോത്ത് ഫോർ ഫ്ലാഗ്സ് ടു ബി യൂസ്ഡ് ഇൻ ദ ടെമ്പിൾ ഫെസ്റ്റിവൽ. അപ്പോൾ അവിടെ സാലിയ വീവേഴ്സ്, തഞ്ചാവൂരിലെ സാലിയ വീവേഴ്സും അതുപോലെ തന്നെ ദ നിയർ ബൈ ടൗൺ ഓഫ് ഉറയ്യൂർ, ഉറയ്യൂരിലെയും തഞ്ചാവൂരിലെയും, ഉറയ്യൂരും തഞ്ചാവൂരൊക്കെ അടുത്തടുത്തുള്ള ടൗണുകളാണ്. ഇതെല്ലാം എവിടെയാണുള്ളത്? തമിഴ്നാട്ടിലെ ടൗണുകളാണ്. സാലിയ വീവേഴ്സ് അവിടെയുള്ള ഒരു പ്രത്യേകതരം വീവേഴ്സാണ്, നെയ്ത്തുകാർ. സാലിയ വീവേഴ്സ് അവർ എന്താ ചെയ്യുന്നത്? ആർ ബിസി ഇൻ പ്രൊഡ്യൂസിങ് ക്ലോത്ത് ഫോർ ദ ഫ്ലാഗ്സ് ടു ബി യൂസ്ഡ് ഇൻ ദ ടെമ്പിൾ ഫെസ്റ്റിവൽ. ടെമ്പിൾ ഫെസ്റ്റിവലിൽ, ആ അമ്പലത്തിലെ ഉത്സവത്തിൽ ഉപയോഗിക്കാനുള്ള ഫ്ലാഗുകൾ, കൊടി, പതാക, ഫ്ലാഗുകൾ ഉണ്ടാക്കാൻ, അത് പ്രൊഡ്യൂസ് ചെയ്യുക, അത് ഉണ്ടാക്കാനുള്ള ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന തിരക്കിലാണ് അവർ. അതിനുള്ള തുണി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഫൈൻ കോട്ടൺ ഫോർ ദ കിങ് ആൻഡ് നൊബിലിറ്റി. കിങ്ങിനും കിങ്ങിൻ്റെ ബന്ധുക്കളും അല്ലെങ്കിൽ ഫാമിലിക്കും വേണ്ട ഫൈൻ കോട്ടൺ, വളരെ നല്ല കോട്ടൺ, അതുണ്ടാക്കാനുള്ള തിരക്കിലുമാണ്. അതുപോലെ തന്നെ ക്വാസ് കോട്ടൺ ഫോർ ദ മാസസ്, അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് റഫായിട്ടുള്ള കോട്ടൺ, ഹാർഡായിട്ടുള്ള കോട്ടൺ അവിടുത്തെ ആൾക്കാർക്കും, അതുപോലെ തന്നെ നല്ല ഫൈനായിട്ടുള്ള കോട്ടൺ രാജാവിനും രാജാവിൻ്റെ അവിടുത്തെ രാജാവിൻ്റെ റിലേറ്റീവ്സിനും ഫാമിലിക്കും ഒക്കെ വേണ്ടിയിട്ട് നല്ല ഫൈൻ കോട്ടണും, അമ്പലത്തിലെ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടുള്ള ഫ്ലാഗ് ഉണ്ടാക്കാനുള്ള ക്ലോത്തും ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അവിടെയുള്ള സാലിയ വീവേഴ്സ്. സം ഡിസ്റ്റൻസ് എവേ അറ്റ് സ്വാമിമലൈ, കുറച്ച് ദൂരെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് സ്വാമിമല എന്ന് പറഞ്ഞ സ്ഥലത്ത്, സ്വാമിമലൈ, ദ സ്ഥാപിത്തീസ് ഓർ സ്കൾപ്ചേഴ്സ് ആർ മേക്കിംഗ് എക്സ്ക്യൂസിറ്റ് ബ്രോൺസ് ഐഡൽസ് ആൻഡ് ടോൾ ഓർണമെൻ്റൽ ബെൽ മെറ്റൽ ലാംപ്സ്. അപ്പം അത് കുറച്ച് മാറിയിട്ട് തന്നെ സ്വാമിമല എന്ന സ്ഥലത്ത് സ്ഥാപിത്തീസ് അല്ലെങ്കിൽ സ്കൾപ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കൊത്തുപണിയൊക്കെ ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ശില്പം ഉണ്ടാക്കുന്ന ആൾക്കാർ, അവരെന്ത് ചെയ്യുന്നത്? ബ്രോൺസ് ഐഡൽസ് ആൻഡ് ടോൾ ഓർണമെൻ്റൽ ബെൽ മെറ്റൽ ലാംപ്സ്. അപ്പോൾ അവരെന്തൊക്കെ ഉണ്ടാക്കുന്നത്? ഐഡൽസ്, ബ്രോൺസ് കൊണ്ട് ഐഡൽസ്, ഈ മൂർത്തികൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ മെറ്റലിൻ്റെ ബെല്ലുകളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ തഞ്ചാവൂരിനെ കുറിച്ചുള്ള ചെറിയൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആയിരുന്നത്. പിന്നെ നമുക്കിനി അടുത്ത ടോപ്പിക്കിൽ ടെമ്പിൾ ടൗൺസ് ആൻഡ് പിൽഗ്രിമേജ് സെൻറ്റേഴ്സ്. സെൻറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. ടെമ്പിൾ ടൗൺ തഞ്ചാവൂർ ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ഓഫ് എ ടെമ്പിൾ ടൗൺ. ടെമ്പിൾ ടൗണിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് തഞ്ചാവൂരിനെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്ററായിട്ട് നമ്മൾ ഇതിനു മുമ്പുള്ളതിൽ നോക്കി. നമ്മൾ ആദ്യം നോക്കിയത് എന്തായിരുന്നു? അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സിൽ നമ്മൾ എന്തിനെക്കുറിച്ച് പറഞ്ഞു? തഞ്ചാവൂരിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അവിടെ ടെമ്പിളും ഉണ്ട്, അതുപോലെ തന്നെ രാജാവിൻ്റെ സഭയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. രാജാവ് ഓർഡർ പുറപ്പെടുവിക്കുന്നു, രാജാവിൻ്റെ ആർമി ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ ഭരണം നടത്തുന്ന ഒരു സെൻറ്ററും കൂടിയായിരുന്നു, ടൗണും കൂടിയായിരുന്നു തഞ്ചാവൂർ. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ടെമ്പിൾ ടൗൺസ് ആൻഡ് പിൽഗ്രിമേജ് സെൻറ്റേഴ്സ്. ആദ്യം അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സ് നോക്കി. ഇനി ഇപ്പോൾ ടെമ്പിൾ ടൗൺ അല്ലെങ്കിൽ പിൽഗ്രിമേജ് സെൻറ്റേഴ്സ്. പിൽഗ്രിമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാത്ര പോകുന്ന, അതായത് എന്തിൻ്റെ യാത്ര? ഇപ്പോൾ ഹരിദ്വാർക്ക് യാത്ര പോവില്ലേ, അതേപോലെ ഹരിദ്വാർ, ഋഷികേശ്, കേദാർനാഥ്, ഹോളി പ്ലേസസിലോട്ട് പോകുന്ന
അങ്ങനെയുള്ള യാത്ര, അതിനെയാണ് പിൽഗ്രിമേജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന സ്ഥലങ്ങളാണ് പിൽഗ്രിമേജ് സെൻറ്റേഴ്സ്. ഇപ്പോൾ ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ച് അങ്ങനെയുള്ള സെൻറ്റേഴ്സ് ഉണ്ടാവും, ക്രിസ്ത്യാനികൾക്ക് വേറെ ഉണ്ടാവും, മുസ്ലിംസിൻ്റെ പിൽഗ്രിമേജ് സെൻറ്റർ വേറെയാണ്. അങ്ങനെ ഓരോരുത്തരും പോകുന്ന അങ്ങനെയുള്ള സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ടെമ്പിൾ ടൗൺ. തഞ്ചാവൂർ ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ എ ടെമ്പിൾ ടൗൺ. ടെമ്പിൾ ടൗണിന് ഒരു എക്സാമ്പിൾ കൂടെയാണ് തഞ്ചാവൂർ. ടെമ്പിൾ ടൗൺസ് റെപ്രസെൻറ്റ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാറ്റേൺ ഓഫ് urbanization. ഈ ടെമ്പിൾ ടൗണിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാറ്റേൺ ഓഫ് അർബനൈസേഷൻ, ദ പ്രോസസ് ബൈ വിച്ച് സിറ്റീസ് ഡെവലപ്പ്. സിറ്റി ഡെവലപ്പ് ആവുന്ന ആ പ്രോസസ്സിനെയാണ് പറയുന്നത് അർബനൈസേഷൻ എന്ന് പറയുന്നത്. ഈ ടെമ്പിൾ ടൗണിലും അതിൽ ഈ അർബനൈസേഷൻ പ്രോസസ്സൊക്കെ കാണാൻ പറ്റും. ടെമ്പിൾസ് വെർ ഓഫൻ സെൻട്രൽ ടു ദ എക്കണോമി ആൻഡ് സൊസൈറ്റി. എക്കണോമിക്കും അല്ലെങ്കിൽ പൈസ ഇടപാട് അല്ലെങ്കിൽ സൊസൈറ്റി, സമൂഹം, അതിൻ്റെ എല്ലാം ഒരു സെൻറ്ററിലാണ് ഈ ടെമ്പിൾസ് എല്ലാം ഉണ്ടാവുക. ടെമ്പിൾസ് വെർ ഓഫൻ സെൻട്രൽ ടു ദ എക്കണോമി ആൻഡ് സൊസൈറ്റി. റൂളേഴ്സ് ബിൽഡ് ടെമ്പിൾസ് ടു ഡെമോൺസ്ട്രേറ്റ് ദെയർ ഡിവോഷൻ ടു വേരിയസ് ഡേറ്റീസ്. ഡേറ്റീസ് എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾ. പല ഡേറ്റീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ദൈവങ്ങളോടുള്ള അവരുടെ ഡിവോഷൻ, അവരുടെ ആരാധന, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ, അത് കാണിക്കാനായിട്ട് ഈ റൂളേഴ്സ് അല്ലെങ്കിൽ രാജാക്കന്മാർ എന്ത് ചെയ്യും? ടെമ്പിൾസ് ഉണ്ടാക്കും. അപ്പോൾ ദേ ഓൾസോ എൻഡോഡ് ടെമ്പിൾസ് വിത്ത് ഗ്രാൻഡ്സ് ഓഫ് ലാൻഡ്. അപ്പോൾ അവരെന്തൊക്കെ ചെയ്തു? ഈ അമ്പലങ്ങൾക്ക് ലാൻഡ് കൊടുക്കും, സ്ഥലം കൊടുക്കും, ഈ രാജാക്കന്മാർ മണി കൊടുക്കും, പൈസ കൊടുക്കും, ടു ക്യാരി ഔട്ട് എലോബറേറ്റ് റിച്വൽസ്, അവിടെയുള്ള പൂജകൾ നടത്താനൊക്കെ ആയിട്ട് പൈസ കൊടുക്കും. ഫീഡ് പിൽഗ്രിംസ്, അവിടെ വരുന്ന ആൾക്കാർ, പൂജ ചെയ്യാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയി വരുന്ന ആൾക്കാർക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള പൈസ കൊടുക്കും. ആൻഡ് പ്രീസ്റ്റ് ആൻഡ് സെലിബ്രേറ്റ് പ്രീസ്റ്റിനും അവിടെയുള്ള പൂജാരിമാർക്കും ഒക്കെ ഭക്ഷണത്തിനുള്ള പൈസ കൊടുക്കും. സെലിബ്രേറ്റ് ഫെസ്റ്റിവൽസ്, അമ്പലങ്ങളിലെ പള്ളികളിലെയൊക്കെ ഫെസ്റ്റിവൽസ്, അതിനു വേണ്ടിയിട്ടുള്ള ആഘോഷങ്ങൾക്കുള്ള പൈസയും എല്ലാം രാജാക്കന്മാർ കൊടുക്കുമായിരുന്നു. Pilgrims who flocked to the temples were also made donations. ഈ ടെമ്പിളിലോട്ട് വരുന്ന ആൾക്കാരും അവർ ഡൊണേഷൻ കൊടുക്കുമായിരുന്നു. ഇതൊരു ബ്രോൺസ് സ്റ്റാച്യു, കൃഷ്ണൻ്റെ ബ്രോൺസ് സ്റ്റാച്യു ആണ്. സബ്ഡ്യൂയിങ് ദ സെർപ്പൻറ്റ് ഡെമൺ, കാളിയമർദ്ദനം, ഒരു പാമ്പിൻ്റെ തലയിൽ കയറി പാമ്പിനെ കീഴ്പ്പെടുത്തുന്ന, ആ കാളി എന്ന പാമ്പിനെ കീഴ്പ്പെടുത്തുന്ന ഒരു കൃഷ്ണൻ്റെ ഒരു മൂർത്തിയാണ്. ബ്രോൺസിൻ്റെ സ്റ്റാച്യു ആണ് ആ സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്, സ്റ്റാച്യു ആണ്. ബ്രോൺസ്, ബെൽമെറ്റൽ ആൻഡ് ദ ലോസ്റ്റ് വാക്സ് ടെക്നിക്. ഈ സ്റ്റാച്യു ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബെല്ലുണ്ടാക്കുന്ന, അങ്ങനെ ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് നമ്മളിവിടെ വായിക്കാൻ പോകുന്നത്. ബ്രോൺസ്, ബെൽമെറ്റൽ ആൻഡ് ദ ലോസ്റ്റ് വാക്സ് ടെക്നിക്. ബ്രോൺസ് ഈസ് എൻ അലോയ്. അലോയ് എന്ന് പറഞ്ഞാൽ മിക്സ്ചർ ഓഫ് മെറ്റൽസ് ആണ്. അലോയ് കണ്ടെയ്നിങ് കോപ്പർ ആൻഡ് ടിൻ. കോപ്പറും ടിന്നും കൂടി ഉണ്ടാക്കുന്ന, ടിന്നും കോപ്പറും കൂടി മിക്സ് ചെയ്യുന്ന അലോയാണ് ബ്രോൺസ്. അപ്പോൾ ബെൽ മെറ്റൽ കണ്ടെയ്ൻസ് എ ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ഓഫ് ടിൻ ദാൻ അതർ കൈൻഡ്സ് ഓഫ് ബ്രോൺസ്. അപ്പം മറ്റുള്ള തരത്തിലുള്ള ബ്രോൺസിനെക്കാളിലും ഈ ബെല്ലുണ്ടാക്കുന്ന ഈ ബ്രോൺസ് അല്ലെങ്കിൽ ഈ മെറ്റലിൽ ഗ്രേറ്റർ പ്രൊപ്പോർഷൻ ഓഫ് ടിന്ന് കൂടുതലായിരിക്കും. ദിസ് പ്രൊഡ്യൂസസ് എ ബെൽ ലൈക്ക് സൗണ്ട്. അതുകൊണ്ടാണ് അത് അത്രയും ബെല്ലിൻ്റെ മണിനാദം അല്ലെങ്കിൽ ആ സൗണ്ട് ഉണ്ടാക്കാൻ, ആ സൗണ്ട് ആ ടിന്ന് കൂടുതലുള്ളതുകൊണ്ടാണ് അത്ര നല്ല സൗണ്ട് ഉണ്ടാകുന്നത്. ചോല ബ്രോൺസ് സ്റ്റാച്യൂസ് ചാപ്റ്റർ 2 നമ്മൾ നോക്കി. വെർ മെയ്ഡ് യൂസിങ് ലോസ്റ്റ് വാക്സ് ടെക്നിക്. ഈ ചോല ബ്രോൺസ് സ്റ്റാച്യൂസ്, ചോലാസിൻ്റെ ബ്രോൺസിലുണ്ടാക്കിയ ഈ സ്റ്റാച്യു എല്ലാം ലോസ്റ്റ് വാക്സ് ടെക്നിക് എന്ന ഒരു ടെക്നിക്കിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ആൻ ഇമേജ് വാസ് മെയ്ഡ് ഓഫ് വാക്സ്. ഒരു രൂപം വാക്സ് കൊണ്ട്, അതായത് മെഴുക് കൊണ്ട് ഒരു രൂപം ഉണ്ടാക്കി. ദിസ് വാസ് കവേർഡ് വിത്ത് ക്ലേ. അതെന്ത് ചെയ്യും? അത് മണ്ണുകൊണ്ട് അല്ലെങ്കിൽ കളിമണ്ണ് കൊണ്ട് അതിനെ പൊതിയും. ആ വാക്സ് കൊണ്ടുണ്ടാക്കിയ ഇമേജ് അല്ലെങ്കിൽ ആ ശില്പം, വാക്സിലുണ്ടാക്കിയ മെഴുകിലുണ്ടാക്കിയ ശില്പത്തിൻ്റെ ചുറ്റും മണ്ണ് വെച്ച് അല്ലെങ്കിൽ കളിമണ്ണ് വെച്ച് പൊതിയും. ആൻഡ് അലൗഡ് ടു ഡ്രൈ. എന്നിട്ട് അതിനെ ഉണക്കും. നെക്സ്റ്റ് ഇറ്റ് ഈസ് ഹീറ്റഡ്. എന്നിട്ട് അതിനെ
അത് കഴിയുമ്പോൾ അതിനെ ചൂടാക്കും. ആൻഡ് എ ടൈനി ഹോൾ വാസ് മെയ്ഡ് ഇൻ ദ ക്ലേ കവർ. കളിമണ്ണ് ഉണ്ടാക്കിയ കവറിൽ ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ടാവും, ഒരു ചെറിയ ഓട്ട ഉണ്ടാവും. ദ മോൾട്ടൺ വാക്സ് വാസ് ഡ്രെയിൻഡ് ഔട്ട് ത്രൂ ദിസ് ഹോൾ. അപ്പോൾ ഈ ചെറിയ ഓട്ടയിലൂടെ എന്താവും, ആ ചൂടാക്കിയപ്പോൾ ഉള്ളിലുണ്ടായിരുന്ന വാക്സ്, അതിനുള്ളിലുണ്ടായിരുന്ന മെഴുകന്തിയും ഉരുകിയിട്ട് ആ ഓട്ടയിലൂടെ പുറത്തേക്ക് വരും. അത് മോൾട്ടൺ വാക്സ്, മോൾട്ടൺ എന്ന് പറഞ്ഞാൽ ഉരുകിയ വാക്സ്, വാസ് ഡ്രെയിൻഡ് ഔട്ട് ത്രൂ ദിസ് ഹോൾ, ആ ഓട്ടയിലൂടെ പുറത്തേക്ക് വരും. ദെൻ ദ മോൾട്ടൺ മെറ്റൽ വാസ് പോർഡ് ഇൻ ടു ദ ക്ലേ മൗൾഡ് ത്രൂ ദ ഹോൾ. എന്നിട്ട് ആ മണ്ണിൻ്റെ ചുറ്റും മണ്ണ് വെച്ച് പൊതിഞ്ഞ അതിപ്പോഴും ഉണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള വാക്സാണ് ആ ചെറിയ ഓട്ടയിൽ കൂടെ പുറത്തു പോയത്. ആ ഓട്ടയിൽ കൂടെ തന്നെ എന്ത് ചെയ്യും, ദ മോൾട്ടൺ മെറ്റൽ, അതായത് ആ ബ്രോൺസ് അല്ലെങ്കിൽ ആ മെറ്റൽ ഉരുക്കിയിട്ട് ആ ഓട്ടയിലൂടെ വാക്സ് പുറത്തു പോയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ക്യാവിറ്റി പോലെയായി. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് എന്ത് ചെയ്യും, ആ മോൾട്ടൺ മെറ്റലിനെ ഒഴിക്കും. മോൾട്ടൺ മെറ്റൽ വാസ് പോർഡ് ഇൻ ടു ദ ക്ലേ മൗൾഡ്. മൗൾഡ് എന്ന് പറഞ്ഞാൽ ആ അച്ച്, ആ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ അച്ച്, അതിൻ്റെ ആ ഹോളിലൂടെ അതിൻ്റെ ഉള്ളിലോട്ട് ഉരുക്കിയ മെറ്റൽ ഒഴിക്കും. ആൻഡ് വൺസ് ദ മെറ്റൽ കൂൾഡ് ആൻഡ് സോളിഡിഫൈഡ്, എന്നിട്ട് ആ മെറ്റൽ കൂളായി സോളിഡായി മാറും, സോളിഡിഫൈഡ്. ദ ക്ലേ കവർ വാസ് കെയർഫുള്ളി റിമൂവ്ഡ്. അതിന് ചുറ്റുമുള്ള ആ ക്ലേ കവർ അല്ലെങ്കിൽ കളിമണ്ണ് കൊണ്ടുള്ള കവറിനെ അതിനെ റിമൂവ് ചെയ്യും. ആൻഡ് ദ ഇമേജ് വാസ് ക്ലീൻഡ്, എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ സ്തൂപം അല്ലെങ്കിൽ ആ സ്റ്റാച്യുവിനെ ക്ലീൻ ചെയ്യും, അതിനെ പോളിഷ് ചെയ്യും. അങ്ങനെയാണ്, അതിനെയാണ് ഈ ലോസ്റ്റ് വാക്സ് ടെക്നിക് എന്ന് പറയുന്നത്. ടെമ്പിൾ അതോറിറ്റീസ് യൂസ്ഡ് ദെയർ വെൽത്ത് ടു ഫിനാൻസ് ട്രേഡ് ആൻഡ് ബാങ്കിങ്. നമ്മൾ ടെമ്പിൾ ടൗൺസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ലോസ്റ്റ് വാക്സ് ടെക്നിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ടെമ്പിൾ അതോറിറ്റീസ് യൂസ്ഡ് ദെയർ വെൽത്ത് ടു ഫിനാൻസ് ട്രേഡ് ആൻഡ് ബാങ്കിങ്. അപ്പോൾ ഈ ടെമ്പിളിലെ അതോറിറ്റീസ്, ടെമ്പിൾ നടത്തുന്ന ആൾക്കാർ, അവരെന്ത് ചെയ്തു, അവരുടെ ധനം, വെൽത്ത്, ഫിനാൻസിനും ട്രേഡിനും ബാങ്കിങ്ങിനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചു. ഗ്രാജുവലി എ ലാർജ് നമ്പർ ഓഫ് പ്രീസ്റ്റ്, വർക്കേഴ്സ് ആൻഡ് ആർട്ടിസൻസ്, ട്രേഡേഴ്സ് എക്സെട്ര settled near the temple to cater to its needs and those of pilgrims. മെല്ലെ മെല്ലെ ആ ടെമ്പിളിന് ചുറ്റും അവിടുത്തെ പൂജാരികളും അവരിലെ വർക്കേഴ്സും പല സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരും പണിക്കാരും പിന്നെ ട്രേഡേഴ്സും കച്ചവടക്കാരും എല്ലാം ആ ടെമ്പിളിന് ചുറ്റും താമസിക്കാൻ തുടങ്ങി. താമസിക്കുന്നതോടെ അവർ ടെമ്പിളിലെ കാര്യങ്ങൾ നോക്കും. അതുപോലെ തന്നെ പിൽഗ്രിംസ് അല്ലെങ്കിൽ അവിടെ വരുന്ന ആൾക്കാർ, പൂജ ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ ആവശ്യങ്ങളിലെ അവരെ സഹായിക്കുക അല്ലെങ്കിൽ അവർക്ക് സാധനങ്ങൾ വിൽക്കാനും അവരെ സേവിക്കാനൊക്കെ ആയിട്ടാണ് അവർ ആ ടെമ്പിളിന് ചുറ്റും താമസം തുടങ്ങുന്നു. ദാസ് ഗ്രൂ ടെമ്പിൾ ടൗൺസ്. അങ്ങനെയാണ് മെല്ലെ മെല്ലെയാണ് ഈ ടെമ്പിൾ ടൗൺസ് വന്നത്. ടൗൺസ് എമേർജ്ഡ് around temples such as those of Bilaswamin, Bilsa or Vidisha in Madhya Pradesh and Somnath in Gujarat. അപ്പോൾ അങ്ങനെ പല ടൗണുകളും ടെമ്പിൾ ടൗണുകൾ ഡെവലപ്പ് ചെയ്തു. അതിന് 2 എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സച്ച് ആസ് ബില്ലസ്വാമിൻ, ബിൽസ അല്ലെങ്കിൽ വിദിഷ ഇൻ മധ്യപ്രദേശിലുള്ള ഒരു ടെമ്പിൾ ടൗണാണ് ബില്ലസ്വാമിൻ. അതുപോലെ തന്നെ സോംനാഥ് അവിടെ ഒരു വലിയൊരു മന്ദിർ ഇപ്പോഴും ഉണ്ട്. സോംനാഥ് മന്ദിർ അല്ലെങ്കിൽ സോംനാഥ് ഒരു സ്ഥലമാണ് ഗുജറാത്തിൽ. അപ്പം അതും ഒരു ടെമ്പിൾ ടൗണിനുള്ള എക്സാമ്പിളായിരുന്നു. അപ്പം ടെമ്പിൾ അതോറിറ്റീസ് ട്രേഡും ബാങ്കിങ്ങും പലർക്കും പൈസ കടം കൊടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ചെയ്തു തുടങ്ങി. അതുപോലെ തന്നെ ടെമ്പിളിന് ചുറ്റും അവർ താമസം തുടങ്ങി. അതുപോലെ തന്നെ പലരും വന്ന് അവിടെ പിന്നെ താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ടെമ്പിൾ ടൗൺ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അതിൽ 2 എക്സാമ്പിളാണ് നമ്മളിവിടെ കണ്ടത്. അതർ ഇമ്പോർട്ടൻറ്റ് ടെമ്പിൾ ടൗൺസ് ഇൻക്ലൂഡഡ് കാഞ്ചിപുരം ആൻഡ് മധുരൈ ഇൻ തമിഴ്നാട്ടിലെ കാഞ്ചിപുരം എന്ന് പറയുന്നതും മധുരൈ എന്ന് പറയുന്നതൊക്കെ ഒരു ടെമ്പിൾ ടൗൺ എക്സാമ്പിളാണ്. ആൻഡ് തിരുപ്പതി ഇൻ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ഇപ്പോഴും വലിയൊരു ക്ഷേത്രമാണ്. ഒരുപാട് പേര് ഭക്തർ വരുന്ന ക്ഷേത്രമാണ് തിരുപ്പതി. അപ്പോൾ തിരുപ്പതിയൊക്കെ ടെമ്പിൾ ടൗണുള്ള എക്സാമ്പിളായിരുന്നു.
പിൽഗ്രിമേജ് സെൻറ്റേഴ്സ് ഓൾസോ സ്ലോലി ഡെവലപ്ഡ് ഇൻ ടു ടൗൺഷിപ്സ്. ഇങ്ങനെയുള്ള പിൽഗ്രിമേജ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ പൂജയ്ക്കും വർഷിപ്പ് ചെയ്യാനായിട്ട് വരുന്ന സെൻറ്റേഴ്സാണ് പിൽഗ്രിമേജ് സെൻറ്റേഴ്സ്. അപ്പോൾ അതും മെല്ലെ മെല്ലെ എന്തായി ഡെവലപ്ഡ് ഇൻ ടു ടൗൺഷിപ്പായി ടൗണുകളായി മാറി. അതിനൊരു എക്സാമ്പിളാണ് വൃന്ദാവൻ ഉത്തർപ്രദേശിലെ വൃന്ദാവൻ, ആഗ്രയ്ക്കടുത്തുള്ള വൃന്ദാവൻ. ആൻഡ് തിരുവണ്ണാമലൈ തമിഴ്നാട്ടിലുള്ള തിരുവണ്ണാമലൈ ടൗൺ എന്നുള്ള എക്സാമ്പിളാണ്. പിൽഗ്രിമേജ് സെൻറ്റർ ആയിരുന്നു, അത് ടൗൺഷിപ്പായി മാറി. വൃന്ദാവൻ ഒരു എക്സാമ്പിളാണ് ഉത്തർപ്രദേശിൽ, തിരുവണ്ണാമലൈ തമിഴ്നാട്ടിലെ അതൊരു വേറൊരു എക്സാമ്പിളാണ്. ആർ എക്സാമ്പിൾസ് ഓഫ് ടു സച്ച് ടൗൺസ്. അങ്ങനെയുള്ള ടൗണിനുള്ള 2 എക്സാമ്പിളാണിത്. അതുപോലെ തന്നെ അജ്മീർ രാജസ്ഥാനിലുള്ള അജ്മീർ വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദ ചൊഹാൻ കിങ്സ് ഇൻ ദ 12th century. 12th centuryയിലെ ചൊഹാൻ രാജാക്കന്മാരുടെ ക്യാപിറ്റലായിരുന്നു, തലസ്ഥാനമായിരുന്നു അജ്മീർ, രാജസ്ഥാനിലെ അജ്മീർ. ആൻഡ് ലേറ്റർ ബിക്കെയിം ദ സൂബ ഹെഡ് ക്വാർട്ടേഴ്സ് അണ്ടർ ദ മുഗൾസിൻ്റെ ഭരണമായപ്പോഴേക്കും അത് സൂബയുടെ സൂബ എന്ന് പറയുന്നത് ഈ അവരുടെ തന്നെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സാണ്, അല്ലെങ്കിൽ അവരുടെ തന്നെ ഒരു റീജിയൻ, അതിനാണ് സൂബ എന്ന് പറയുന്നത്. മുഗൾസിന് ഒരുപാട് ഏരിയ ഉണ്ടായിരുന്നു, അതിൽ ഒരു സൂബയായിരുന്നു ഈ രാജസ്ഥാനിലെ അജ്മീർ ഒരു സൂബ ഹെഡ് ക്വാർട്ടറായിട്ട് മാറിയിരുന്നു. അപ്പോൾ ചൊഹാൻ കിങ്സിൻ്റെ ക്യാപിറ്റലായിരുന്നു അത് അജ്മീർ, അതുപോലെ തന്നെ ഈ മുഗൾസിൻ്റെ സൂബ ഹെഡ് ക്വാർട്ടേഴ്സും ആയിരുന്നു ഈ അജ്മീർ. ഇറ്റ് പ്രൊവൈഡ്സ് എൻ എക്സലൻറ്റ് എക്സാമ്പിൾ ഓഫ് റിലീജിയസ് കോ എക്സിസ്റ്റൻസ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇതിൽ പറയുന്നത് റിലീജിയസ് കോ എക്സിസ്റ്റൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സും അതുപോലെ തന്നെ റിലീജിയൻ്റെയും കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ടും കൂടി ഉള്ള ടൗണുകളായിരുന്നു ഇത്. ഖ്വാജ മിനുദ്ദീൻ ചിസ്റ്റി സെലിബ്രേറ്റഡ് സൂഫികളുടെ ഒരു വിശുദ്ധനായിരുന്നു, അല്ലെങ്കിൽ സെയിൻ്റായിരുന്നു, വളരെ പ്രസിദ്ധനായ. ഓൾസോ സീസ് ചാപ്റ്റർ 8 നമ്മളത് പിന്നെ കാണാം. ഹൂ സെറ്റിൽഡ് there in the 12th century attracted devotees from all creeds. എല്ലാ നാനാതരക്കാരിലുള്ള ഡിവോട്ടീസിനെ അട്രാക്റ്റ് ചെയ്ത ഒരു സൂഫി സെയിൻ്റെ പേര് എന്താണ്? ഖ്വാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൂഫി സെയിൻറ്റും ഈ അജ്മീറിൽ ഉണ്ടായിരുന്നു. നിയർ അജ്മീർ ഈസ് എ ലേക്ക്. അവിടെ അജ്മീറിനടുത്ത് ഒരു ലേക്കുണ്ട്, പുഷ്കർ, വിച്ച് വാസ് അട്രാക്റ്റഡ് പിൽഗ്രിംസ് ഫ്രം ഏൻഷ്യൻ ടൈംസ് എന്ന് പറഞ്ഞാൽ പുരാതന കാലം മുതലേ ഈ പുഷ്കർ എന്ന ഈ ലേക്ക്, അജ്മീറിലെ ഈ പുഷ്കർ ലേക്കും പിൽഗ്രിംസ് അല്ലെങ്കിൽ പൂജ ചെയ്യാനും അങ്ങനെ ആരാധനയ്ക്കായിട്ട് വരുന്ന ആൾക്കാരെ അട്രാക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ടെമ്പിൾ ടൗൺസിനെ കുറിച്ച് നമ്മൾ നോക്കി. പിന്നെ അതിൽ ടൗൺഷിപ്പ്, വൃന്ദാവനും തിരുവണ്ണാമലയും ടൗൺഷിപ്പായി മാറിയതിൻ്റെ എക്സാമ്പിൾ. പിന്നെ അതുപോലെ തന്നെ അജ്മീറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അജ്മീർ അതിൽ ചൗഹാൻ കിങ്സിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു, അതുപോലെ തന്നെ മുഗൾസിൻ്റെ സൂബ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ സ്ഥലം തന്നെ അവിടെ തന്നെ റിലീജിയസ് കോ എക്സിസ്റ്റൻസ് നമ്മൾ കാണാൻ പറ്റും, റിലീജിയസ് പ്ലേസും കൂടിയായിരുന്നു. ഈ ഖ്വാജ മിനുദ്ദീൻ ചിസ്റ്റി സൂഫി സെയിൻറ്റ്, അത് ഇവരാരാധിക്കാനായിട്ട് ഒരുപാട് ഡിവോട്ടീസ്, പല നാനാതരക്കാർ ഡിവോട്ടീസ് അവിടെ വരുമായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതായിരുന്നു ഈ നമ്മുടെ യൂണിറ്റിലെ ഫസ്റ്റ് പാർട്ട്. ഇപ്പോൾ നമുക്ക് ആ ഒരു മാപ്പ് കാണാം. ഇതായിരുന്നു വൃന്ദാവൻ നമ്മുടെ UP-യിൽ, ഇത് അജ്മീർ രാജസ്ഥാനിലെ സ്ഥലം, അതിനടുത്ത് തന്നെ നമ്മൾ പുഷ്കർ നദിയുള്ള സ്ഥലം. ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. നമ്മുടെ എവിടെയാണ് തഞ്ചാവൂർ, ഇതവിടെ തഞ്ചാവൂറും ഉറയൂറും തമിഴ്നാട്ടിലെ സ്ഥലങ്ങളാണ്, തമിഴ്നാട്ടിലെ സിറ്റികളായിരുന്നു. ഇതിനെയൊക്കെ കുറിച്ചായിരുന്നു നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സോംനാഥിനെ കുറിച്ച് സംസാരിച്ചു. സോംനാഥ് അവിടെ ഒരു മന്ദിറുണ്ട്, ഒരു സോംനാഥ് മന്ദിർ എന്നാണ് പറയുന്നത്, ടെമ്പിളാണ് ഗുജറാത്തിലെ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെയായിരുന്നു നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.
താങ്ക് യു.